കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി സർക്കാർ അധികാരത്തിലേറെ ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും 2 മാസക്കാലമായി അധികാരത്തിലുള്ള സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ എല്ലാ വീടുകളിലും മെഴുകുതിരി കത്തിക്കണമെന്ന പരാമർശത്തോട് യോജിക്കുന്നില്ല. ഇന്നത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് LDF ആണ് ഉത്തരവാദി. കഴിഞ്ഞ സർക്കാർ ദീർഘകാലാടിസ്ഥാനത്തിൽ വൈദ്യുതി കരാർ ഉണ്ടാക്കാത്തതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വൈദ്യുതി സംബന്ധിച്ച് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അവര് പ്രതിഷേധിക്കുന്നു. ആരാ യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കേണ്ടത്? വൈദ്യുതിയുടെ പ്രതിസന്ധിയുടെ കാരണം ഉണ്ടാക്കിയത് അവരാണ്. 2 കാരണങ്ങളുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല കരാർ അത് റദ്ദാക്കുകയാണ് LDF കാലത്ത് ചെയ്തത്. അത് റദ്ദാക്കിയാണ് ചെയ്തത്. അതിന്റെ ഉത്തരവാദികൾ അവരാണ്. 429 വയസ്സിൽ കിട്ടുമായിരുന്ന വൈദ്യുതി ഇന്ന് കൂടുതൽ വില കൊടുത്താലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പിന്നത്തെ ഒരു കാര്യം, CPM ഉൾപ്പെടെ സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഉത്തരം പറയണം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വൈദ്യുതിക്ക് പ്രയാസം നേരിട്ടപ്പോൾ അവര് പൈസ കൊടുത്ത് വാങ്ങുകയല്ല ചെയ്തത്, അവര് കടം വാങ്ങുക ചെയ്തത്. 530 മെഗാവാട്ടാണെന്ന് കേരളത്തിന് കടം വാങ്ങിയത്. 530 മെഗാവാട്ടും ജൂൺ 15 ശേഷം സെപ്റ്റംബർ 15 വരെ ഇപ്പോഴത്തെ കേരള സർക്കാരും വൈദ്യുതി ബോർഡും തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 530 മെഗാവാട്ട് ഉണ്ടെങ്കിൽ തീരുന്ന വിഷയമുള്ളൂ. 465 മെഗാവാട്ട് ഹരിയാണന്റെ കരാർ പ്രകാരം കിട്ടുമായിരുന്നെങ്കിൽ തീരുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, മണിയാർ പദ്ധതി കാർബോറാണ്ടത്തിൽ നിന്ന് 2024 തിരികെ പിടിക്കേണ്ടതാണ്. 2 വർഷം കഴിഞ്ഞിട്ടും അത് തിരികെ വാങ്ങാൻ കേരള സർക്കാർ തയ്യാറെടുത്തില്ല എന്ന് മാത്രമല്ല, ആ കമ്പനിക്ക് ഒത്താശ കൂട്ടുനിൽക്കുകയായിരുന്നു. 2 വർഷക്കാലം അതിന്റെ വൈദ്യുതി കേരളത്തിന് കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ ലളിതമായൊരു കാര്യം, ബാരാപ്പോള് കഴിഞ്ഞ 1 വർഷത്തിനപ്പുറമായി അത് കേടായിട്ട് അതിന്റെ കനാലിൽ ചോർച്ചയുണ്ടായത് അന്നത്തെ മന്ത്രി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പോയി കണ്ടതാണ്. മന്ത്രിയോടത് പരിഹരിച്ച് വൈദ്യുതി ഉത്പാദനം നടത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞു. 1 വർഷമായിട്ട് അന്നത്തെ ഗവൺമെന്റ് അനങ്ങിയില്ല. ഇപ്പൊ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് കാരണങ്ങൾ. ആ കാരണങ്ങളുടെ ഉത്തരവാദി മുൻ ഗവൺമെന്റാണ്. വൈദ്യുതി എന്ന് പറയുന്നിടത്ത് 1-2 ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഒരു പുതിയ ഗവൺമെന്റിന് ഒന്നും പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ പറ്റില്ല. എന്നാൽ പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും വളരെ ആത്മാർത്ഥമായിട്ടും സത്വരമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിന്റെ വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡൽഹിയിലെത്തി നാഷണൽ പവർ സെക്രട്ടറിയുമായിട്ടും സംസാരം നടത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവരതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. നമ്മളുടേതായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ സോളാർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് രാത്രിയിലേക്ക് കൂടി സ്റ്റോർ ചെയ്ത് ബാറ്ററി സ്റ്റോറേജ് സംവിധാനം അത് വേഗത്തിൽ നടപ്പിലാക്കാനുമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ പ്രതിസന്ധി ഇല്ല. ഇന്നലെയും അങ്ങനെ പവർ കട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണം പോലും ഉണ്ടായിരുന്നില്ല. പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫുട്ബോൾ കാണുന്ന ദിവസവും ഫൈനലിലും വൈദ്യുതി എല്ലാവർക്കും നൽകാൻ സാധിച്ചു. അതിനുള്ള ചെറിയ പ്രയാസങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആര് ശ്രമിച്ചാലും, പ്രത്യേകിച്ച് LDF മാർക്സിസ്റ്റ് പാർട്ടിയെ ശ്രമിച്ചാൽ അത് അവർക്കെതിരെ തന്നെ തിരിഞ്ഞുകുത്തും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. PK ശ്രീമതി ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ വ്യാജ പ്രചരണം ദൗർഭാഗ്യകരമാണെന്നും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം കാര്യങ്ങളെല്ലാം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പഠിച്ചിട്ട് വേണം. രാഷ്ട്രീയ നേതാക്കന്മാരെ അനാവശ്യമായിട്ട് ആക്ഷേപിക്കുന്ന നടപടികളിൽ വളരെയേറെ പ്രയാസമുണ്ട്. ശ്രീമതി ടീച്ചറുടെ പ്രതിഷേധത്തിലും വേദനയിലും ഞാനും പങ്കുചേരുകയാണ്. KPCC അധ്യക്ഷ പദവി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഡൽഹിയിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല. ജന്തർ മന്ദർ സമരവേദിയിലാണ് നേതാക്കളെന്നും അതിനാലാണ് വൈകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ.